ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ കൺവേർഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഡെസിമൽ ടു ബൈനറിയാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് രണ്ട് മെത്തേഡ്സാണുള്ളത്. ഒന്ന് ഇൻറ്റീജറിനുള്ള കൺവേർഷൻ ഉണ്ട്, പിന്നെ ഒന്ന് ഫ്രാക്ഷണൽ നമ്പർ വരുമ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെത്തേഡ് 1 നോക്കാം. അതായത് ഇൻറ്റീജർ നമ്പർ കൺവേർഷൻ. അത് 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് റിമൈൻഡർ ഉണ്ടെങ്കിൽ ആ റിമൈൻഡർ നമുക്ക് കിട്ടും. അത് 0 or 1 ആയിരിക്കും. പിന്നെ ഈ കിട്ടുന്ന കോഷ്യൻറ്റിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും റിമൈൻഡർ കിട്ടും. ചിലപ്പോൾ 0 ആയിരിക്കും, 1 ആയിരിക്കും. വീണ്ടും ആ കോഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. അങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഏതുവരെ കോഷ്യൻറ്റ് 0 ആയി മാറുന്നത് വരെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 0 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ റിമൈൻഡേഴ്സിനെയൊക്കെ റിവേഴ്സ് ഓർഡറിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ആ ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഈക്വലൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമുക്ക് കിട്ടിയ ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ റൈറ്റ് ചെയ്യുക. വീണ്ടും അതിനെ കൊണ്ട് കിട്ടുന്ന കോഷ്യൻറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ റൈറ്റ് ചെയ്യുക. അങ്ങനെ ഏതുവരെ ചെയ്യണം? ആ കോഷ്യൻറ്റ് 0 ആയി മാറുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ റീഡ് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ ബൈനറിയിലുള്ള ഈക്വലൻറ്റ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 23 തന്നിട്ടുണ്ട്. 23 നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 23 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ കോഷ്യൻറ്റ് 11 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. പിന്നെ 11 by 2 ചെയ്തു. അപ്പോൾ കോഷ്യൻറ്റ് 5 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. പിന്നെ 5നെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ് 2 കൊണ്ട്. അപ്പോൾ കോഷ്യൻറ്റ് 2 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. പിന്നെ 2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കോഷ്യൻറ്റ് 1 കിട്ടി, റിമൈൻഡർ 0 കിട്ടി. പിന്നെ ലാസ്റ്റത്തെ 1 എന്ന് പറഞ്ഞ കോഷ്യൻറ്റിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. റിസൾട്ട് 0 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ഇനി നമ്മൾ ഈ താഴെ നിന്ന് മേലേക്ക് റിവേഴ്സ് ഓർഡറിലാണ് റൈറ്റ് ചെയ്യുന്നത്. 1 0 1 1 1. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി അടുത്ത മെത്തേഡ്, അതായത് ഡെസിമൽ ഫ്രാക്ഷൻസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്, അതായത് പോയിൻറ്റിന് ശേഷം വാല്യൂകളുള്ള അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ദ ഡെസിമൽ ഫ്രാക്ഷൻ ബൈ 2. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. റെക്കോർഡ് ദ ഇൻറ്റീജർ പാർട്ട്, അതായത് 0 or 1 ആയിട്ടുള്ള ഇൻറ്റീജർ പാർട്ട് ഉണ്ടായിരിക്കും ഇതിന്, അത് റൈറ്റ് ചെയ്യുക. റിപ്പീറ്റ് വിത്ത് ദ ഫ്രാക്ഷണൽ പാർട്ട് അണ്ടിൽ ഇറ്റ് ബിക്കം 0. അതായത് ഫ്രാക്ഷണൽ പാർട്ട് വെച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരെ ആ ഫ്രാക്ഷണൽ പാർട്ട് 0 ആയി മാറുന്നത് വരെ. ഓർ റീച്ച്ഡ് പ്രിസൈസ്ഡ് ഡിസൈഡ് പ്രൊസീജിയർ, അതായത് നമ്മൾ ഏതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്, അതായത് 0ക്ക് എത്തുന്നത് വരെ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം 0.625 ആണ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0.625 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 1.25 കിട്ടും. അപ്പോൾ അതിന് ഇൻറ്റീജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് റൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 6 ഒഴിവാക്കിയിട്ട് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ട് 0.25 കൊടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 0.5 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 0 ആണ്. പിന്നെ 0.5 ഇൻറ്റു 2 അത് 1.0 ആണ്. അവിടെ പ്രത്യേകിച്ച് ഫ്രാക്ഷൻ ഒന്നുമില്ല. അല്ല, അപ്പോൾ അവിടുന്ന് ഇൻറ്റീജർ എടുത്തിട്ട് എന്ത് ചെയ്യുക, 1 കൊടുക്കുക. അപ്പോൾ റിസൾട്ടായിട്ട് ബൈനറി ഈക്വൽ ടു 0.101 എന്ന് വരും. അപ്പോൾ അടുത്തത് ബൈനറി ടു ഡെസിമൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്?
ഇവിടെ നമ്മൾ പൊസിഷണൽ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ബൈനറി ഡിജിറ്റിനെയും പവർ ഓഫ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഓരോന്നും 2ൻ്റെ പവർ വെച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റിക്ക് എന്ത് ചെയ്യും, സം ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. കൺവേർട്ട് 1011നെ ഡെസിമൽക്ക് എങ്ങനെ മാറ്റുക? ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. 1 × 2⁻0 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. ആ ഓർഡറിൽ അങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. 2⁻0 2⁻1 2⁻2 2⁻3 ഇതിൻ്റെ 2⁻4 അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ 1/1 × 8, അതായത് 1 എന്നുള്ളത് 8 ടൈംസ് 0 4 ടൈംസ് 1 2 ടൈംസ് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. 1 ടൈം. അപ്പോൾ 8 + 0 + 1 + 2 ആയി, അതായത് 11 ആയി. ഡെസിമൽ നമ്പർ 11. അടുത്തത് എക്സാമ്പിൾ 2 കൂടെ നമുക്ക് ജസ്റ്റ് അവിടെ ഫ്രാക്ഷൻ വരുന്നതാണ് കേട്ടോ. 110.101 ആണ്. അത് നമ്മൾ ഹോൾ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യും. ഫ്രാക്ഷൻ നമ്പറും ഹോൾ നമ്പറുമായിട്ട് 110 101 പറഞ്ഞിട്ട് എന്നിട്ട് രണ്ട് സെപ്പറേറ്റ് ചെയ്യണം. 110 എടുത്തു കഴിഞ്ഞാൽ 0⁻2⁻0 + 1 × 2⁻1 + 1 × 2⁻2 ഓർഡറിലാണ് വരിക. അപ്പോൾ ഇത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ 4 + 2 + 0 എന്ന് വരും. 6 ആണ്. പിന്നെ നമ്മുടെ ഫ്രാക്ഷൻ ശേഷമുള്ളത് 101 1 × 10⁻⁻1 0 × 10⁻1 1 × 2⁻1 പ്ലസ് 0 × 2⁻1 അങ്ങനല്ലോ. 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 അങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. അപ്പോൾ 1 0.5 ടൈംസ് 0.25 ടൈംസ് പിന്നെ 1 0.125 ടൈംസ് അങ്ങനെ 0.5 + 0 + 125 വന്നു. 0.625 ആണ് റിസൾട്ട് കിട്ടുക. ഫൈനൽ റിസൾട്ട് 6 + 0.625 ദാറ്റ് ഈസ് 6.625. ഇത്രയാണ് നമ്മുടെ ബൈനറി ടു ഡെസിമൽ ഡിവിഷൻ പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ റിസൾട്ട് നമുക്ക് 11 കിട്ടി, സെക്കൻഡിൻ്റെ 6.625 കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡെസിമൽ ടു ബൈനറി, പിന്നൊന്ന് ബൈനറി ടു ഡെസിമൽ. ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പേഴ്സിൻ്റെ കൺവേർഷനുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.